ഹായ്, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എക്സാമ്പിൾ 2 മുതലാണ്. അപ്പം ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ടു ഫൈൻഡ് ദ കർവ് ജോയിനിങ് പോയിന്റ്സ് x1 ആൻഡ് y1 x1 y1 ആൻഡ് x2 y2. ഓക്കെ, അപ്പം നമുക്കിനി കണ്ടെത്താനുള്ളത് ഒരു കർവ് ജോയിനിങ് ദ പോയിന്റ്സ് ആണ്. ഏതൊക്കെ പോയിന്റ്സ് ആണ്? x1 y1 x2 y2 ആണ്. അതെന്താ ചെയ്യുന്നത്? ദ ഇയേഴ്സ് എ സർഫസ് ഓഫ് റെവല്യൂഷൻ ഓഫ് മിനിമം ഏരിയ വെൻ റിവോൾവ് അബൌട്ട് ദ എക്സ് ആക്സിസ്. ഓക്കെ, എക്സ് ആക്സിസിലൂടെ റിവോൾവ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് എന്താണ് ഒരു മിനിമം ഏരിയ ഓഫ് സർഫസ് ഓഫ് റെവല്യൂഷൻ ഓഫ് മിനിമം ഏരിയ ആണ് ഇവർക്ക് ഈൽഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് നമുക്ക് കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മിനിമൈസ് ചെയ്യണം. എന്തിനെ മിനിമൈസ് ചെയ്യണം? ഈ ഒരു ഐനെ നമ്മൾ എന്ത് ചെയ്യണം? മിനിമൈസ് ചെയ്യണം. ഓക്കെ, സോ അതിനെ മിനിമൈസ് ചെയ്യാനാണ് ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ x1 x2 2πy √1 + y' dx എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യുന്നു? എഫ് ഓഫ് എക്സ് വൈ എന്ന് നമ്മൾ എഴുതുന്നു. അപ്പോൾ ഇവിടെ ആൽഫ മിസ്സിങ് ആയതുകൊണ്ട് സോ ദ കേസ് സി നമ്മൾ എടുക്കുകയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഡോ എഫ് ബൈ ഡോ വൈ ഡാഷ്, അതായത് ഇതിൻ്റെ ഡോ എഫ് ബൈ ഡോ വൈ ഡാഷ് നമ്മൾ എന്ത് ചെയ്യാണ്? കാണുകയാണ്. ഓക്കെ, സോ അത് നമ്മൾ കാണുമ്പോൾ √1 + y' നമുക്ക് y'/√1 + y'² എന്ന് കിട്ടും. ഇനി നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യമാണ് എന്ത്? ഡോ എഫ് ബൈ ഡോ വൈ ഡാഷ് ഇൻറ്റു വൈ ഡാഷ് എന്താണ്? -f = c എപ്സിലോൺ ആണ്. സോ അതിൽ നമ്മൾ എല്ലാവരെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കിട്ടും. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? 2π റിമൂവ് ചെയ്യുന്നു. അതേപോലെ ഇതിന് C1 ആക്കുന്നു. ഓക്കെ, സോ അതിന് C1 ആക്കിയ ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ ഉള്ള ഈ ഡിനോമിനേറ്ററിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഇതിൽ 1 + y'² ഇല്ലേ, ഇതിൽ രണ്ടിനെയും എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ ഡിനോമിനേറ്റർ ഉള്ളതിന് നമ്മൾ ഈ സൈഡിലേക്ക് എടുക്കുന്നു, അതായത് ഇവിടെ. ഓക്കെ, ഈ ഒരു പോയിന്റിലേക്ക് എടുക്കുന്നു. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിലുള്ള റൂട്ട് പോവുകയും ചെയ്യും. ഓക്കെ, ആ റൂട്ടിന് നമ്മൾ അതേപോലെ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് നമ്മൾ വൈനെ കോമൺ എടുക്കുമ്പോൾ y'² -1 - y1' എന്നാണ് വരിക. സോ അതിൽ y1'² y'² ക്യാൻസലായി. സോ y മാത്രമേ ബാക്കി വരൂ. അത് നമ്മളിവിടെ എഴുതുന്നു. രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് y² = c1² × 1 + y'² ആണ്. നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ C1² മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സൈഡിലേക്ക് എടുക്കുന്നു. അതാണ് ഇവിടെ കണ്ടത്. ഓക്കെ, y² ഭാഗത്തേക്ക് C1² കൊണ്ടുവന്നു. അതിൽ നമുക്ക് C1y' കിട്ടി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു √y1² - C1² എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. ഓക്കെ, സോ എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? C1 × dy/√y² - C1² = dx എന്ന് കിട്ടിയല്ലോ. സോ അതിൽ നിന്ന് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം x = C1 × ഇന്റഗ്രൽ എന്ന് കിട്ടി. ഇത് നമുക്ക് ലോഗൊക്കെ എഴുതാൻ പറ്റുമല്ലോ. ഇതിൽ നിന്ന് നമുക്ക് y കണ്ടെത്താം. എങ്ങനെ? y = C1 cos x - C2/C1 എന്ന് കിട്ടി. ഓക്കെ, ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് കിട്ടും. സോ നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലായി? എക്സ്ട്രീമ. അതുകൊണ്ട് തന്നെ ഇതിൽ എക്സ്ട്രീമാസ് എന്ന് പറയുന്നത് എന്താണ്? കാറ്റനറീസ് ആണ്. ആൻഡ് ദ റിക്വയർഡ് മിനിമം സർഫസ് റിക്വയർഡ് ആയിട്ടുള്ള മിനിമം സർഫസ് നമുക്ക് എപ്പോഴാണ് കിട്ടുക? ഇഫ് ഇറ്റ് എക്സിസ്റ്റ് മസ്റ്റ് ബി ഒബ്റ്റെയിൻഡ് ബൈ റിവോൾവിങ് എ കാറ്റനറീസ്. ഒരു കാറ്റനറി റിവോൾവ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക? ഒരു റിക്വയർഡ് മിനിമം സർഫസ് കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ പാരാമീറ്റേഴ്സിന് C1 C2 ആയിട്ട് ചൂസ് ചെയ്യുക. അതുകൊണ്ട് ദെൻ നമുക്ക് എന്ത് കിട്ടും? ദ കർവ് y joins the point is x1 y1 and x2 y2 ആണ്. ഇനി ഇഫ് y is made pass through the point x1 y1 ആണ്, അതിലൂടെ പാസ് ചെയ്യാൻ നമ്മൾ y അതിലൂടെ പാസ് ചെയ്താൽ the one parameter is left free. ഈ ഒരു ഗ്രാഫിലൂടെ അത് ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ all such curves are tangent to the dashed curve C, so no curve in the family crosses C ആണ്. ഓക്കെ, ഈ ഒരു ഗ്രാഫിൽ അത് പറയുന്നുണ്ട്. ഓക്കെ, എന്താണ്? വൈനെ നമ്മൾ ഏതിലൂടെയാണ്? x1 y1 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ ലെഫ്റ്റ് ഫ്രീ ആയിരിക്കുമല്ലോ. അതേപോലെ ഇങ്ങനത്തെ എല്ലാ കേർവ്സും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഓൾ സച്ച് കേർവ്സ് ടാൻജന്റ് ടു ഡാഷ്ഡ് കേർവ് സി ആണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു കേർവും എൻ്റെ ഫാമിലി ക്രോസസ് ചെയ്യാണ്. സീനെ ക്രോസ് ചെയ്യുന്ന ഒരു കേർവിനെ നമുക്ക് കണ്ടെത്താൻ പറ്റൂല. സോ നമുക്ക് എന്ത് പറയാം? ഇഫ് x2 y2 ഈസ് ബിലോ സി ആണെങ്കിൽ ദെൻ ദർ ഈസ് നോ കാറ്റനറി ത്രൂ ബോത്ത് പോയിന്റ്സ് ആൻഡ് നോ സ്റ്റേഷനറി ഫംഗ്ഷൻ എക്സിസ്റ്റ്. ഓക്കെ, ഇനി എന്താ ഉള്ളത്? വെൻ ദ സെക്കൻഡ് പോയിന്റ് ലൈസ് എബോവ് സി. ഇനി സെക്കൻഡ് പോയിന്റ് ലൈ എബോവ് സി ആണെങ്കിൽ അവിടെ രണ്ട് കാറ്റനറീസ് ത്രൂ ദ പോയിന്റ് ഉണ്ടാവും. സോ രണ്ട് സ്റ്റേഷനറി ഫംഗ്ഷൻ ഉണ്ടാവും. ബട്ട് ഓൺലി ദ അപ്പർ കാറ്റനറി മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക? ജനറേറ്റ് ദ മിനിമൽ സർഫസ്.
സോ ഇനി സെക്കൻഡ് പോയിന്റ് ഓൺ സി ആകുമ്പോൾ അവിടെ ഒരു സ്റ്റേഷനറി ഫംഗ്ഷൻ ഉണ്ടാവും, ബട്ട് ദ സർഫസ് ഈസ് ജനറേറ്റ്സ് ഈസ് നോട്ട് മിനിമൽ ആയിരിക്കും. ഇനി എക്സാമ്പിൾ 3 കാണാൻ നമ്മൾ ടു ഫൈൻഡ് ദ കർവ് ഓഫ് ക്വിക്കസ്റ്റ് ഡിസെൻറ്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷനെ നമ്മൾ മിനിമൈസ് ചെയ്യണം. ഓക്കെ, അതിന് നമ്മൾ എഫ് എക്സ് വൈ വൈ ഡാഷ് എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. ഇനി ഇവിടെ എക്സ് മിസ്സിംഗ് ആണല്ലോ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു, കെ സിയിലേക്ക് പോകുന്നു. ഡോ എഫ് ബൈ ഡോ വൈ ഡാഷ് നേരത്തെ സെയിം പ്രൊസീജിയർ. ഓക്കെ, അതിൽ നമുക്ക് കിട്ടും ഡോ എഫ് ബൈ ഡോ വൈ ഡാഷ് കിട്ടുന്നു. ഇതാണ് നമുക്ക് ഓൾറെഡി അറിയുന്ന ഇക്വേഷന്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ശേഷം നമ്മൾ വൈ ഡാഷിന് ചെയ്തു, C1 ചെയ്തെന്ന്. അതിൽ ജസ്റ്റ് എന്താ പറയുക വ്യത്യാസമുള്ളത്, റൂട്ട് 2G നമ്മൾ റിമൂവ് ചെയ്യുന്നു. ഓക്കെ, ബാക്കിയൊക്കെ സെയിം ആണ്. ഓക്കെ, അതിന് ശേഷം എന്ത് ചെയ്യുന്നു, റൂട്ട് ജീനെ റിമൂവ് ചെയ്ത ശേഷം നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കുന്നു. ഡിനോമിനേറ്റർ ഇവിടെ സെയിം ആക്കിയ ശേഷം മേലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ലാസ്റ്റ് -1 ബാക്കിയുള്ളൂ. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാത്തിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, 1/y പ്ലസ് രണ്ട് സൈഡും എന്ത് ചെയ്യുന്നു, താഴത്ത് റൂട്ട് ഉണ്ടല്ലോ ഇല്ലേ, സോ -1/, സോ അവിടെ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ C1 C ആയിട്ട് മാറി. സോ നമുക്ക് സീനെ നമ്മൾ അതേപോലെ നമ്മൾ ഈ LHSന് നമ്മളൊന്ന് റെസിപ്രോക്കൽ എടുക്കുകയും കൂടി ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, C = y × 1 + y ഡാഷ് ദ ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയാൽ മതി. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സൊല്യൂഷൻ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഗിവൺ ബൈ ദ സൈക്ലോയിഡ്. എങ്ങനെയാണ്, x = a × θ - sin θ ആൻഡ് y = a × 1 - cos θ ആണ്. ദിസ് ജനറേറ്റഡ് ബൈ എ സർക്കിൾ ഓഫ് റേഡിയസ് A crawling under x-axis where A is chosen so that the first interval arc passes through the point x2, y2. Okay, ഇത്രയേ ഉള്ളൂ. Thank you.